ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. യോബിന്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഒരു ഭക്തന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾക്ക് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. നാം ഓരോ ദിവസവും ആയിരിക്കുന്ന മേഖലകളെക്കുറിച്ച് നല്ല ബോധ്യം നമ്മുടെ ഉടയവനായ കർത്താവിനുണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യപ്പെടുത്തലാണ് ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ യാത്രയിൽ നാം ക്ലേശങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ടു പോകുമ്പോൾ അവിടെയൊന്നും നാം നിരാശപ്പെടേണ്ടവരല്ല. നമ്മുടെ വഴിയെ വ്യക്തമായി അറിയുന്ന ഒരു ഉടയവൻ ഉയരത്തിലുണ്ട് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് ഈ പകൽ നമുക്കുണ്ടാകേണ്ടതാകുന്നു. മാത്രമല്ല, പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്ന് പറയുന്നത് നാം പ്രതികൂലത്തിന് നടുവിലായിത്തീരുമ്പോൾ നാം തകർത്ത് കളയുവാനല്ല, മറിച്ചോ നമ്മെ ഒരു പൊന്നിനെ പോലെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന പദ്ധതികളാകുന്നു എന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ വളരെ വാസ്തവമായി ഈ ദൈവത്തിന് നമ്മെ ഓർപ്പിക്കുന്നത് നാം നടക്കുന്ന വഴി അവൻ അറിയുന്നു. ഏത് നിലവാരത്തിലാണ് നാം ആയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടെ ദൈവീഹിതത്തിലുള്ള ദൈവിക വഴിയിൽ നടപ്പാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.